നമസ്കാരം. മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടുള്ള ഒരു വളരെ ടോപ്പായിട്ടുള്ളൊരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് പലരും മാനിഫെസ്റ്റേഷനിൽ പരാജയപ്പെടാൻ കാരണം, എങ്ങനെ നമുക്ക് അതിൽ വിജയിക്കാം, ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഇന്ന് മലയാളത്തിൽ ഒരുപാട് വീഡിയോകൾ ലഭ്യമാണ്. പക്ഷേ ഈ വീഡിയോകളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന പോലെ നടക്കാത്തതെന്ന് കാരണം നമ്മൾ റൈറ്റ് നൗ ഹോൾഡ് ചെയ്യുന്ന ഇമോഷൻ, എനർജി, വൈബ്രേഷൻ, അതാണ് പ്രധാനം. എന്ത് വൈബ്രേഷനാണോ നമ്മൾ പ്രപഞ്ചത്തിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. വേറെ ഒന്നുമില്ല. നിങ്ങൾ നല്ല വ്യക്തിയാവണമെന്നോ ചീത്ത വ്യക്തിയാവണമെന്നോ ദൈവത്തിൽ വിശ്വസിക്കണമെന്നോ പ്രപഞ്ചത്തിൽ വിശ്വസിക്കണമെന്നോ ഒന്നും കാര്യമില്ല. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുകയാണെന്ന് വിചാരിക്കാം. അതിലൊരു ചെറിയ കുട്ടി, വളരെ നിഷ്കളങ്കനായ ഒരു കൊച്ചു കുഞ്ഞ് പിടിച്ചാലും, അതുപോലെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്ത് ഭയങ്കരമായ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾ പോയി പിടിച്ചാലും, ഒരു പരിശുദ്ധനായ ഒരു പള്ളിയിലച്ഛൻ പോയി പിടിച്ചാലും എല്ലാവർക്കും ഉറപ്പായിട്ടും ഷോക്ക് അടിക്കും. അതേപോലെയാണ് പ്രപഞ്ചം നമ്മളോട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കള്ളൻ നന്നായി ആസൂത്രണം ചെയ്ത് അവൻ മോഷണത്തിന് ശ്രമിച്ച അവനും ബെനിഫിറ്റ് കിട്ടും. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഏറ്റവും മനോഹരമായ സുരക്ഷ ഒരുക്കി കഴിഞ്ഞാൽ അയാൾക്കും അതിലും അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം അയാൾക്ക് നേടിയെടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിൽ നിന്ന് പോകുന്ന ഇമോഷൻ, ഇപ്പം ചില ആൾക്കാർ നമ്മൾ ദുഷ്ടന്മാരെന്നൊക്കെ പറയുന്ന ചില ആൾക്കാർ, പക്ഷേ അവർക്കൊക്കെ അവരുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കോൺഫിഡൻസ് ഭയങ്കരമായിരിക്കും. പണത്തിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെ അവരുടെ കോൺഫിഡൻസ്, അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പേടിക്കും. ഇപ്പം കടക്കാർ വന്ന് വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, ബാങ്ക് ലോണ് ജപ്തി, ഇങ്ങനെയൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹോൾഡ് ചെയ്യുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ഫിയർ ആയിരിക്കും. അയാൾ പുറത്ത് ചിലപ്പോൾ കാണിക്കുന്നില്ല, പക്ഷേ ഉള്ളിൽ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷൻ എന്ന് പറഞ്ഞത് ഫിയർ അബൌട്ട് മണിയാണ്. ഫിയർ അബൌട്ട് മണി അയാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ചും കരിയറിനെ കുറിച്ചും ഒക്കെ ഇത് തന്നെയാണ് കാര്യം. നിങ്ങളിൽ നിന്ന് എന്ത് വൈബ്രേഷനാണോ പോകുന്നത്, ഓക്കെ. അപ്പോൾ നമ്മളവിടെ ഒരു മത്തൻ്റെ വിത്ത് പാകിയിട്ട് കുമ്പളത്തെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. മത്തനെ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ നിന്ന് പോകുന്ന ഇമോഷൻസ് കോൺഫിഡൻ്റ് ആണോ, ഹാപ്പിനെസ് ആണോ, ഈ അബൻഡൻസ് നമ്മുടെ ലൈഫിലോട്ട് വരുന്ന ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മൂഡ് എപ്പോഴും ഉണ്ടായാലേ പറ്റും. മതഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന ആ കാര്യം തന്നെയാണ്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് നൗ നിങ്ങളുടെ വൈബ്രേഷനെ വാച്ച് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള വൈബ്രേഷൻസ് പോയാലേ അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരും. അല്ലാതെ വേറൊരു മാജിക്കും ഇതിൽ സംഭവിക്കില്ല. ഗുഡ് ഡേ.